നമ്മൾ ഇവിടെ പ്രതിപാദിക്കാൻ പോണത് ശനിദശാഫലങ്ങളാണ്. ശനി ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ, ഒരു ജാതകത്തിൽ ശനി ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ ഉണ്ടാവുന്ന ഫലങ്ങൾ. അപ്പോൾ ശനിയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 19 വർഷമാണ് ശനിദശ. അപ്പോൾ ആദ്യമായിട്ട് നാനാ പ്രകാരത്തിലുള്ള ധനവരവ്, അതുപോലെ നല്ല സാമ്പത്തികം, നല്ല സൗഖ്യം, ധനം വന്നു ചേരുക, സന്താനങ്ങൾക്കും ഭാര്യയ്ക്കും സൗഖ്യം വരിക, അവർക്ക് ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും നല്ല സുഖവും സമൃദ്ധിയും ആയിരിക്കും, മനസ്സന്തോഷം ഉണ്ടാവും. അതുപോലെ കർമ്മങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ധനം, ഒരു കാര്യം ചെയ്താലും നഷ്ടം വരണ പരിപാടിയില്ല, അങ്ങനെയായിരിക്കും. ശനി ഇഷ്ടസ്ഥാനത്ത് നിന്നാലുള്ള ഫലങ്ങളാണ് ഈ പറയുന്നത്. അധികാര സ്ഥാനങ്ങൾ വന്നു ചേരുക, സാധാരണഗതിയിലുള്ള ഒരാളിനേക്ക് അധികാര സ്ഥാനങ്ങൾ വന്നു ചേരുക, വിനോദശീലം ഉണ്ടാവുക. ആ സമയത്ത് അതുവരെ ഇങ്ങനെ പുറത്ത് പോകാനോ അങ്ങനെയുള്ള താല്പര്യം ഇല്ലാത്ത ഒരാളിനേക്ക് വിനോദശീലങ്ങൾ ഉണ്ടാവുക, ഓരോ സ്ഥലത്ത് പോകാനുള്ള ഒരു താല്പര്യം, അങ്ങനെയൊക്കെ ടൂറുകൾ പോവുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഉണ്ടാവുക. തൊഴിൽ ലഭിക്കുക, തൊഴിൽ അന്വേഷകൻ ഉണ്ടെങ്കിൽ ഉടനെ തൊഴിൽ ലഭിക്കും. ശനി നല്ല സ്ഥാനത്തുണ്ടെങ്കിൽ തൊഴിൽ ലഭിക്കും, അതുണ്ടാവുക. അതുപോലെ തന്നെ ഇയാൾക്ക് ഒരു തൊഴിൽ ശനി ഇഷ്ടസ്ഥാനത്തുണ്ടെങ്കിൽ ഒരു തൊഴിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വേറെ തൊഴിൽ കിട്ടുക, അതിനുവേണ്ടി ഒരുപാട് അലയേണ്ടി വരില്ല, വളരെ ഇതായിരിക്കും. അതുപോലെ ഓട്ടോമാറ്റിക്കലി ദീർഘായുസാവും, ഉടനെ ദീർഘായുസ്. ശനി നല്ല സ്ഥാനത്താണെങ്കിൽ ദീർഘായുസാണ് അയാൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പഴയ സാധനങ്ങളോട് ഭയങ്കര താല്പര്യമായിരിക്കും. പഴയ ഇപ്പോൾ വീടാണെങ്കിലും 4 കെട്ട് വീട്, അതിനോടൊക്കെ വലിയ താല്പര്യം. പഴയ ഹാൻഡിക്രാഫ്റ്റ് അങ്ങനത്തെ സാധനങ്ങൾ, ഇതിനോടൊക്കെ വലിയ പഴയ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിനോടൊരു താല്പര്യം ഉണ്ടാവും. ഇങ്ങനെ വന്നു ചേരുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ ചെറിയ പ്രായത്തിൽ തന്നെ വേഗം തന്നെ തൊഴിൽ ലഭിക്കും. എന്ത് കാര്യം ചെയ്താലും അതിൽ ഫലം നല്ലതായിരിക്കും, ആ കുടുംബത്തിനും മറ്റുള്ളവർക്കും ഒക്കെ. ശനി നല്ല സ്ഥാനത്തുണ്ടെങ്കിൽ നല്ല ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇതാണ് ശനി നല്ല സ്ഥാനത്ത് നിന്നാലുള്ള ഗുണങ്ങൾ. ഇനി ശനി ദൂഷ്യസ്ഥാനത്താണെങ്കിലോ, ശനി ദൂഷ്യസ്ഥാനത്താണ്, അത് അനിഷ്ട സ്ഥാനത്താണ് ശനി നിൽക്കണമെങ്കിൽ ഭാര്യാപുത്രന്മാർക്ക് ദുരിതം, അതുപോലെ വീട്ടിലാകെ അസ്വസ്ഥത, വലിയ രീതിയിലുള്ള കഷ്ടതകൾ, അവിചാരിതമായിട്ടുള്ള എക്സ്പെൻസ് വന്നു ചേരുക. ഇപ്പോൾ ഒരു മഴയും കാര്യങ്ങളും വരാണെങ്കിൽ ഒരു മരം അവിടെ ഉണ്ടായത് നേരെ നമ്മുടെ പറമ്പിലേക്ക് വീഴുക, അതിൻ്റെ ഒരു ചിലവ്, അനാമത്ത് ചിലവുകൾ വെറുതെ വന്നു ചേരുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം. അതുപോലെ വലിയ ഭയം, വെറുതെ ഭയം തോന്നുക, മനസ്സിലായില്ലേ? അപവാദം ഉണ്ടാവുക, പിന്നെ നീചപ്രവർത്തികൾ ചെയ്യാനുള്ള താല്പര്യം, ഒരു ഇഷ്ടമല്ലാത്ത സാധനമാണെങ്കിൽ അത് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ വന്നു വിടുക. അതുപോലെ ഭൂമി നാശം, നമുക്ക് വസ്തു ഉണ്ടെങ്കിൽ അത് വിൽക്കാൻ തോന്നുക, അത് വിൽക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. സഹോദരനാശം, ബന്ധുനാശം, ഇങ്ങനെയൊക്കെ വന്നു ചേരുക. ബന്ധുവിരോധം, അതുപോലെ സ്ഥാനഭ്രംശം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി, സ്ഥാനഭ്രംശം വരിക, മനസ്സിലായ? ശരീരക്ലേശം, ഇതൊക്കെ സംഭവിക്കും. ഏത്? ഈ ശനി ദുസ്ഥാനത്താണെങ്കിൽ. കാര്യവിഘ്നങ്ങൾ, എന്ത് കാര്യത്തിനും തടസ്സം വരിക, എന്ത് കാര്യമാണെങ്കിലും. തൊഴിൽ നഷ്ടപ്പെടുക, അതുപോലെ ആരോടും പറയാണ്ട് തൊഴിൽ രാജിവെക്കുക. നല്ല ഒന്നാം നമ്പർ ജോലിയായിരിക്കും, ആരോടും പറയാണ്ട് അങ്ങനെ രാജിവെക്കും, അങ്ങനെയുള്ള ദുരിതങ്ങൾ. അതുപോലെ വിദേശത്ത് പോകാൻ തോന്നുക, വിദേശത്തേക്ക് പോകാനുള്ള പരിപാടികൾ ചെയ്യുക, പക്ഷേ വിദേശത്ത് നിന്ന് കഴിഞ്ഞാൽ പരമ ദുരിതമായിരിക്കും. ദുരിതം എന്ന് പറഞ്ഞാൽ പോരാ, ദുരിതം, അത് അങ്ങനത്തെ ഒരു വിശേഷത. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ശനിദശ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ജാതകം പരിശോധിക്കുക. ജാതകം ഒരു ജ്യോത്സ്യനെ കണ്ട് പരിശോധിപ്പിച്ചിട്ട് അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞുതരും. അപ്പോൾ അതിന് പരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവില് നിവേദ്യം ചെയ്യുക, അല്ലെങ്കിൽ വെണ്ണ വയ്ക്കുക, കയ്യിലോ മുഖത്തോ വെണ്ണ വയ്ക്കുക. പിന്നെ നമ്മുടെ ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, അവിടെ നെയ്യ് അഭിഷേകം നടത്തുക. അതുപോലെ തന്നെ ഈ പരമശിവന്റെ ക്ഷേത്ര ദർശനം നടത്തി രുദ്രസൂക്ത അർച്ചന നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത്. അതുപോലെ ധാര, അതുപോലെ ശനിക്ക് നവഗ്രഹങ്ങളിൽ ശനിഗ്രഹ പുഷ്പാഞ്ജലി നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത് അതിൻ്റെ കാഠിന്യം
കുറച്ച് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ പാനും എല്ലാം കൂടി. അപ്പോൾ ഇടയ്ക്ക് ഈ അമ്പലത്തിൽ ആഴ്ചയിൽ ഒരിക്കോ അതുപോലെ നമ്മുടെ നക്ഷത്രത്തിൻ്റെ ദിവസങ്ങളിലോ മാസത്തിലൊരിക്കോ പകപ്പിറന്നാൾ ദൂരമോ ഇങ്ങനെയൊക്കെ ചെയ്ത് അതിൽ നിന്ന് ഒരു നമുക്ക് ഒരു വിടുതൽ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ആശ്വാസം, ആകെ ബുദ്ധിമുട്ടാവൂല, അങ്ങനെ പോകാൻ പറ്റും. ഇതൊക്കെയാണ് ശനി ദുസ്ഥാനത്ത് നിന്നാലുള്ള ഫലങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.